നമ്മുടെ ചൂണ്ട ഈ നിൽക്കുന്നു, വാള നമ്മളിവിടെ കെട്ടുന്നു, വീടത് ഉണ്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് നമ്മുടെ കടവിലൊരു വെള്ളിച്ചൂണ്ട കെട്ടിയിട്ടുണ്ട്. ഇതേ കണ്ടോ, ഏതാണ് വെള്ളിച്ചൂണ്ട. നമ്മുടെ കടവും വീടും ആയിട്ട് വലിയ അകലമില്ല. വീട് കണ്ടോ, ഇത്ര അകലേ ഉള്ളൂ. നമ്മൾ വെള്ളിച്ചൂണ്ട കെട്ടിയിരിക്കുന്നത്. നമുക്ക് ആ ചൂണ്ട ഒന്ന് പൊക്കി നോക്കാം. ചൂണ്ട മൊത്തം അഴിക്കുന്നില്ല, നമ്മൾ പൊക്കി നോക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തുമാ വാള വല്ലതും ഉണ്ടോ, വാള കിട്ടുകയാണെങ്കിൽ കെട്ടിയിടാനുള്ള കയറും കോരിയെടുക്കാനുള്ള വട്ടവലയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്ക് അതിലൊന്ന് നോക്കാം. തൊഴുകൊണ്ട് ഇങ്ങനെ എടുക്കാൻ നോക്കിയിട്ട് ചൂണ്ട കുരുങ്ങിക്കിടക്കുക. പരല് ഈ ഇറമ്പിലായതുകൊണ്ട് പരല് കയറി ഓടി അത് മൊത്തം കുരുങ്ങി കിടക്കുക. നമ്മൾ ചൂണ്ട അഴിക്കാതിരിക്കുന്ന നാളെ ഇന്ന് വൈകിട്ട് തീറ്റി കോർക്കാൻ നേരത്ത് വന്ന് തീറ്റി കോർത്താൽ മതി. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ കടവായതുകൊണ്ട് മറ്റു വലക്കാരുടെ ഒന്നും ശല്യമില്ല. അല്ലെ വലക്കാർ വരുമ്പം നമുക്ക് പറയാം ചൂണ്ടയുണ്ടെന്ന് പറഞ്ഞാൽ മതി. അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടി അങ്ങിട്ടേക്കുന്നത്. നമ്മൾ പുറത്ത് പോയി ചൂണ്ട കെട്ടുമ്പം ചൂണ്ട അന്നൊന്ന് വലിച്ചെടുക്കും. എങ്ങോട്ടും ഒഴുക്കില്ലാതെ കിടക്കുക, അതൊന്നും തീറ്റിയില്ല. ഇങ്ങോട്ട് ഒഴുക്കില്ലാതെ കിടക്കുന്നതുകൊണ്ടാണ് ഈ വള്ളി ഇത്ര അയഞ്ഞു കിടക്കുന്നത്. ആദ്യത്തെ കല്ലായി. തീറ്റി ഒന്നേലും ഇല്ല. ചൂണ്ട കുരുങ്ങി കിടക്കുക. ഇത് തീറ്റിയുണ്ട്, ഇതുണ്ട്, പരൽ ജീവനോടെ കിടക്കുക. ഇല്ല, ഇപ്പൊ ഈ വാള പിടിക്കാനുള്ള പരല് ഏറ്റവും കുറവാണ് കിട്ടുന്നത്. ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ചൂണ്ട നമ്മൾ കെട്ടാത്തത്. രണ്ടാമത്തെ വാളയുണ്ട് കേട്ടോ, ഇവിടെ നനങ്ങുന്നുണ്ടോ, അതൊരു കല്ല. ഇതിലും തീറ്റയുണ്ട്. അടുത്തെങ്ങും അല്ല വാള, അങ്ങ് മാറിയാണെന്ന് തോന്നുന്നു. പിടിക്കുന്നുണ്ട്. ആ ഭാഗത്താണ് വാള. പകലായതും കൊണ്ടൊരു വിഷയമുണ്ട്. പകൽ ഈ വാളെ നമ്മൾ പിടിച്ചെടുക്കാൻ പാടാണ്. ഈ വാള പിന്നെ ഇങ്ങോട്ട് മാറിയായിരിക്കും, കുറച്ചുകൂടെ മാറിയ. എവിടെ ഈ ഭാഗത്ത് അതേ കണ്ടോ, കണ്ടോ വാള കണ്ടോ, കണ്ടോ, കണ്ടിട്ട് വലിയ വാളയാണെന്ന് തോന്നുന്നു. അതായത് ഇവിടുത്തെ വാള നല്ല വെട്ടല്ലെങ്കിൽ വാള പോവും. ഇവിടുത്തെ വാള ഉണ്ടോ, നല്ല കീറം വാളെ. ഏതായാലും കയറ് കോർത്ത് കെട്ടാ.
വിളിക്കത്തില്ല. നമ്മളെ കയറ് ഒന്ന് കോർത്തെടുക്കാൻ നോക്കിയിട്ട് കല്ലെന്ന് പറഞ്ഞ ഭയങ്കര ഇവിടുത്തെ ഒരു വളയാണ്. ചൂണ്ട കണ്ട കടവായിക്കാ കോർത്തിരുന്നത്, അതുകൊണ്ടാണ് അത് പോവാഞ്ഞത്. അടിപ്പം വാളയാണ്, സൂപ്പർ വാളയാണ്. നമുക്ക് ഇതിനെ കെട്ടി വെള്ളത്തിലിട്ടിടാം. നമുക്കിതിനെ കെട്ടി ചൂന കെട്ടോ, അല്ലല്ലേ? ഇനി നോക്കാം നമുക്ക് വളമല്ല ഇനിയും പിടിച്ചിട്ടുണ്ടോ. ഇനിയില്ല, ഇനി മഴയൊന്നുമില്ല. നമ്മൾ കര ഇറമ്പ് വരെ ആയി ഉണ്ടോ. ഇനി ഉണ്ടെങ്കിൽ കണിശമായിട്ട് ഇത് നമ്മൾക്ക് വള്ളിയിൽ അറിയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ കടയിലോട്ട് ചെന്ന് വാള കെട്ടിയിടാം. ഓ എടുക്കില്ലാത്തതുകൊണ്ട് ഈ കയർ അയഞ്ഞ് കിടക്കാം. നമുക്കതൊന്ന് വലിച്ച് മുറുക്കിയിടാം. ആ ഒരു വാള കിട്ടി. നിങ്ങളെവിടെ പോകുന്നു? അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോവാം. നമ്മുടെ പരിചയക്കാരാണ്, കൂട്ടുകാരാണ്. അവർ പണിക്ക് പോവുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു വല്ലതും കിട്ടിയെന്നാണ് ചോദിച്ചത്. ഉച്ചക്കഞ്ഞ് ഇങ്ങനെ വരാത്ത രാമൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. രാമനോട് നമ്മൾ കൈ കൊണ്ട് ഇങ്ങോട്ട് വിളിച്ചാൽ അവൻ അങ്ങനെ വരും. കൈ ആങ്ങി അവനറിയാം. ആ പൊക്കോ 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 പൊക്കോ. നമുക്ക് നമ്മുടെ വാളയൊന്ന് കെട്ടിയിടാം. കാല് മാറത്തില്ല. നമുക്ക് നമ്മുടെ കിട്ടിയ വാള ഈ ടയറെ നമുക്ക് കെട്ടിയിടാം. ഉണ്ടോ? ഇതേ കെട്ടാം. നമ്മുടെ ചൂണ്ട ഈ നിൽക്കുന്നു, വാള നമ്മളിവിടെ കെട്ടുന്നു. വീടത് ചൂന കെട്ടിയേക്കാം. നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഈ കാഴ്ചകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോകൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം.